ബോബി ചെമ്മണ്ണൂർ എന്ന മഹാൻ കാരണം ഏറെ വേദനിച്ച കുറേ മനുഷ്യരുണ്ട്, ഒട്ടേറെ യുവതികളുണ്ട്. അയാളുടെ അശ്ലീല സംഭാഷണവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കേട്ട് മാനസികമായി മുറിവേറ്റവർ. ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ നടപടി. എത്ര പണവും പ്രശസ്തിയും ഉണ്ടെങ്കിലും നിയമത്തിന് മുന്നിൽ ബോബിയും ഒരു സാധാരണ പൗരനാണ്. ഹണി റോസിന് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നടത്തിയ പരാമർശം ഒരു മുന്നറിയിപ്പായി കാണണം. ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ 4 രാത്രി കൂടി കാക്കനാട് ജയിലിൽ അങ്ങ് കിടക്കട്ടെ. അയാൾക്ക് പ്രത്യേകതയൊന്നുമില്ല. എല്ലാ പ്രതികളും കോടതിക്ക് ഒരുപോലെയാണ്. ബോബിയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായ സന്ദേശം. പൊതുസമൂഹത്തിൽ കമന്റ് നടത്തുമ്പോൾ ശ്രദ്ധ വേണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് കോടതി മാറ്റിവെച്ചത്. ഒരു കമന്റ് പോലും നടത്താതെ ബോബി ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്നും ആരാഞ്ഞു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണിതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണ്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. തന്നെ തടഞ്ഞുവെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണ്. 24 മണിക്കൂറിലധികം സമയം തന്നെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. തന്നെ ഇരുട്ടിൽ നിർത്തുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവെന്നും ഹർജിയിൽ പറയുന്നു. ഒരു കമന്റും നടത്താതെ ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പരിഹസിച്ച കോടതി മറുപടി പറയാൻ പോലീസിന് സമയം നൽകി. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്ന മാമിയുടെ തിരോധാനത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത തുടരുന്നു. 2023 ഓഗസ്റ്റ് 21 മാമിയെ കാണാതാകുന്നത്. ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും അയാൾ എവിടെയാണെന്ന് ഒരു സൂചനയുമില്ല. അതിനിടെ സംശയമുള്ള പലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇതിൽ ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്ത് കുമാറിനെയാണ്. ഇതിൻ്റെ മാനസിക പ്രയാസം കാരണം രജിത്തും ഭാര്യയും നാടുവിട്ടെന്ന വാർത്ത കേട്ടു. പിന്നീട് 2 പേരെയും ഗുരുവായൂരിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഇരുവരെയും കാണാതായത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്.
പടിഞ്ഞാറനടയിലെ സ്വകാര്യ ലോഡ്ജിൽ വ്യാഴാഴ്ച മുറിയെടുത്ത ഇരുവരും ഭക്ഷണം കഴിക്കാൻ പുറത്തെത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ നടക്കാവ് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. മാമിയുടെ തിരോധാനത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും മരിക്കാൻ പോകുന്നുവെന്നും വ്യക്തമാക്കി വാട്സപ്പ് ഗ്രൂപ്പിൽ രജിത്ത് ശബ്ദ സന്ദേശമിട്ടിരുന്നു. എന്നെ പോലീസ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്. ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അറിവോട് കൂടിയിട്ടോ ഞാൻ ചെയ്തിട്ടോ അല്ല മാമിയെ കാണാതായതോ എന്തായാലും KM ബഷീറിനെ പോലത്തെ ഫ്രോഡിനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാതെയാണ്. അത് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുമല്ലോ, മറ്റു പറയാമല്ലോ. ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് എനിക്ക് പേടിയില്ല. കാരണം എന്താ മരണത്തോട് വെല്ലുവിളിച്ച് പോവാൻ പിന്നെ ഞാൻ തന്നെ പേടിക്കണം. എന്തായാലും ഈ കേസ് നിങ്ങളിവിടെ അവസാനിപ്പിക്കരുത്, അന്വേഷണം വിടരുത്. കുറേ ആളുകൾക്ക് എൻ്റെ കുടുംബം നശിച്ചാൽ സന്തോഷിക്കട്ടെ. 7-ാം തീയതി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെന്ന് പറഞ്ഞ് 2 മക്കളെ ബന്ധുക്കളെ ഏൽപ്പിച്ച ശേഷം രജിത്തും തുഷാരയും വീട് വിട്ടിറങ്ങുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത ദമ്പതിമാർ 9-ന് മുറിയൊഴിഞ്ഞ് ഫോണും സ്വിച്ച് ഓഫ് ആക്കി സ്ഥലം വിട്ടു. തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഹാജരായത്. അപ്പോൾ അത് സിസ്റ്ററോട് ചോദ്യം ചെയ്തതാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽസ് മൈൻഡ് അങ്ങനത്തെ ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്താ ചെയ്തിട്ട് വേണ്ടേ? CCTV പരിശോധനയിൽ നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് ഇരുവരും വ്യാഴാഴ്ച രാവിലെ 9-ന് ഇറങ്ങി ഓട്ടോയിൽ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗുരുവായൂരിൽ നിന്നും ഇരുവരെയും കണ്ടെത്തിയത്. പോലീസിന്റെ കടുത്ത മാനസിക പീഡനം മൂലമാണ് ഇരുവരും നാട് വിട്ടതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ആദ്യമൊക്കെ ഞങ്ങൾ അന്വേഷണം പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്താണുള്ളത്. രാത്രി ഞങ്ങൾ പോയിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വീട്ടിലെത്തും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോ വിളിച്ചെന്ന് മുമ്പിൽ ക്രൈംബ്രാഞ്ച് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത്. മാനസികമായിട്ടുള്ള കാരണം ഒരു അല്ലാണ്ട് യാഥാസിംഗ് ഉണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്ന്. അവനങ്ങനെ ഒരാളല്ല. പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ പോലീസ് വരികയാണല്ലോ ഉച്ചയ്ക്കും പകലുമായിട്ട്. അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ. മാമി തിരോധാനം ആദ്യം അന്വേഷിച്ച നടക്കാവ് പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും രജിത്തിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്ന് ഹൈക്കോടതിയിൽ നിന്നും രജിത്ത് ഉത്തരവ് സമ്പാദിച്ചു. ഈ ഉത്തരവ് മറികടന്നാണ് ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നു. ചോദ്യം ചെയ്യലിന് പേരിൽ വളരെ മോശമായ രീതിയിൽ സംഭാഷണങ്ങൾ നടത്തിയും തെറി പറഞ്ഞും അധിക്ഷേപിച്ചും പരിഹസിച്ചുമാണ് ചോദ്യം ചെയ്യലൊക്കെ. ഒരാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടമുള്ള ആളുകളെയും മൊത്തത്തിൽ ഹറാസ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോലീസിന് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ 2023 ആഗസ്റ്റ് 21-നാണ് കാണാതായത്. അന്ന് ഓഫീസിൽ വെച്ച് മാമി രജിത്തിനെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കാണാതായത്. 20 വർഷത്തിലധികമായി മാമിയുടെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു രജിത് കുമാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ മക്കൾ ചേർന്ന് സമാധിയിരുത്തിയതിൽ ദുരൂഹത. അതിയന്നൂർ കാവുവിഴാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരനായ ഗോപൻ എന്ന ഗോപൻ സ്വാമിയുടെ മരണത്തിലും തുടർന്നുള്ള സമാധിയിരുത്തിലും സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് നാട്ടുകാരാണ്. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര അതിയന്നൂർ കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരനായിരുന്നു 78-കാരനായ ഗോപൻ സ്വാമി. കഴിഞ്ഞ ദിവസം രാവിലെ ഇദ്ദേഹം മരിച്ചെന്നാണ് കുടുംബം പറയുന്നത്. മക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വാമിയെ സമാധിയിരുത്തിയതിനു ശേഷമാണ് മരണവിവരം പുറം ലോകമറിഞ്ഞത്. ഇതാണ് സംശയങ്ങൾക്ക് വഴിതെളിച്ചത്. ഗോപൻ സ്വാമി സമാധിയായി എന്നെഴുതിയ പോസ്റ്ററുകൾ മക്കൾ പ്രദേശത്ത് പതിപ്പിച്ചപ്പോഴാണ് അയൽവാസികൾ പോലും സംഭവം അറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് തിരക്കിയപ്പോൾ ഗോപൻ സ്വാമി മരണപ്പെട്ടൊന്നുമല്ല, സമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയാൻ സാധിച്ചത്. അപ്പോൾ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അച്ഛൻ മുമ്പേ തന്നെ ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു, ഞാൻ സമാധി ഇരിക്കുകയാണ്, എന്നെ സമാധി ഇരുത്താനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുത്തുകൊണ്ട് രാവിലെ 10:30 മണിയോടുകൂടി ഞാൻ
മരണത്തിലേക്ക് കടക്കുകയാണ്, എന്നെ അടിയന്തരമായി സമാധി ഇരുത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. വീടിന് സമീപത്തായി ഗോപൻ സ്വാമി പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നു. ഭാര്യ സുലോചന, മൂത്ത മകൻ സനന്ദൻ എന്നിവരാണ് വീട്ടിൽ ഒപ്പം കഴിഞ്ഞിരുന്നത്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മരണം ഉറപ്പുവരുത്തുകയോ മരിച്ച വിവരം പൊതുജനങ്ങളെ അറിയിക്കുകയോ ചെയ്യാതെ നടത്തിയ സമാധി നടപടി ദുരൂഹത ഉയർത്തിയതായി നാട്ടുകാർ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവ് ലഭിച്ചാൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. അതേസമയം മരിക്കാൻ പോകുന്നെന്നും തന്നെ ക്ഷേത്രത്തിന് സമീപം സമാധി എടുത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധി പൂജകൾ നടത്തിയതെന്ന് മകൻ രാജസേനൻ പോലീസിന് മൊഴി നൽകി. സ്ത്രീകൾ പോലും വരാൻ പാടില്ല, സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല. അപ്പൊ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ അച്ഛൻ. സഹസ്രദള പത്മം എന്ന് പറയുന്ന അതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത്. ആ സമയം ഭയങ്കര ചൈതന്യം വരുന്ന ആ ശരീരം, തേജസ്സും ഊർജ്ജസ്വലനായിട്ടാണ് അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായത്. സമാധി ചടങ്ങുകൾ മറ്റാരും കാണാൻ പാടില്ലെന്ന നിർദ്ദേശപ്രകാരമാണ് ആരെയും അറിയിക്കാത്തതെന്നും മക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരുവനന്തപുരം അമ്പലത്തിൻകാല എന്ന കൊച്ചു ഗ്രാമത്തെ നടുക്കിയ സംഭവമായിരുന്നു CPM പ്രവർത്തകനായ അശോകന്റെ കൊലപാതകം. 2013 മെയ് 5-നാണ് അശോകനെ രാഷ്ട്രീയ വൈര്യത്തെ തുടർന്ന് RSS പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിൽ 8 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 19 പ്രതികളുള്ള കേസിൽ 8 പേരെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. പ്രതികളിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടതാണ്. 2 പേർ മാപ്പ് സാക്ഷികളാവുകയും ചെയ്തു. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 15-ന് വിധിക്കും. മെയ് 5-നാണ് CPM പ്രവർത്തകനായ അശോകനെ ആലങ്കോട് ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. 11 വർഷത്തിന് ശേഷം 8 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. ശംഭു, ശ്രീജിത്ത് ഉണ്ണി, ചന്തു, ഹരി, അമ്പിളി, ചന്ദ്രമോഹൻ, പഴഞ്ഞി പ്രശാന്ത്, അണ്ണി സന്തോഷ്, സജീവൻ എന്നിവരാണ് കുറ്റക്കാർ. RSS പ്രവർത്തകരായ 19 പേരാണ് കേസിലെ പ്രതികൾ. പ്രതികളിൽ 2 പേർ നേരത്തെ മാപ്പ് സാക്ഷികളായിരുന്നു. 8, 9 പ്രതികളായ ശ്രീകാന്ത്, കൊച്ചു സുരേഷ് എന്നിവരാണ് മാപ്പ് സാക്ഷികളായത്. ഒരു പ്രതി മരണപ്പെട്ടു. വടിവാളും വെട്ടുകത്തിയുമടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാരെ അകറ്റിയ ശേഷമാണ് അശോകനെ ആക്രമിച്ചത്. കഴുത്തിലും കൈകാലുകളിലും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം സംഘം സ്ഥലം വിടുകയായിരുന്നു. അശോകനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശംഭു അമിത പലിശയ്ക്ക് പണം വായ്പയായി നൽകിയിരുന്നത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ മാസം 15-ന് കോടതി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹണി ട്രാപ്പ് സംഘങ്ങൾ ഒട്ടേറെ മനുഷ്യരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഹണി ട്രാപ്പിൽ കുടുങ്ങിയാൽ പിന്നെ പല രീതിയിലുള്ള വേട്ടയാടലുകളും ഉണ്ടാകും. മലപ്പുറത്ത് ഹണി ട്രാപ്പിലൂടെ യുവാവിൻ്റെ 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത് അസം സ്വദേശികളാണ്. കുറ്റിപ്പുറത്തെ ലോഡ്ജിൽ വെച്ച് യുവാവിൻ്റെ വീഡിയോ എടുത്ത പ്രതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി.
കേസിലെ പ്രതികൾ മലപ്പുറം കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് മൊബൈൽ ഫോൺ, ബ്ലാക്ക്മെയിലിംഗിന് ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു. എടപ്പാൾ സ്വദേശിയായ യുവാവിൽ നിന്ന് പല തവണകളായി 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ദമ്പതിമാരാണ് പിടിയിലായത്. കുറ്റിപ്പുറം തങ്ങൾപ്പടിയിലുള്ള ലോഡ്ജിൽ വെച്ച് യുവാവിന്റെ വീഡിയോ എടുത്ത പ്രതികൾ സമൂഹമാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. അസം സ്വദേശികളായ യാസ്മിൻ ആലം, ഖദീജ ഖാത്തൂൻ എന്നിവരാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു. SHO നൌഫൽ കെയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ SI യാസിർ AM-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. പ്രതികൾ തട്ടിയെടുത്ത കൂടുതൽ സ്വർണം കണ്ടെടുത്തു. പ്രതികൾ 2 സഹകരണ സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണമാണ് കണ്ടെടുത്തത്. ഇതോടെ കാണാതായ 596 പവൻ സ്വർണത്തിൽ 117 പവൻ വീണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതികളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ ജ്വല്ലറികളിലും പ്രതികൾ സ്വർണം വിൽപ്പന നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രവാദത്തിൻ്റെ പേരിൽ കർണാടകയിൽ ഉൾപ്പെടെ നിരവധി പേർ ഇവരുടെ തട്ടിപ്പിന് ഇരയായതായി പ്രതികൾ തന്നെ പോലീസിന് മൊഴി നൽകി. ഏപ്രിലാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മന്ത്രവാദിനിയായ ഷമീന എന്ന ജിന്നുമ്മ, PM ഉവൈസ്, PM അസ്നിഫ, ആയിഷ എന്നിവരാണ് പ്രതികൾ. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി 596 പവനാണ് പ്രതികൾ കൈക്കലാക്കിയത്. തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. നേരത്തെ വിവിധയിടങ്ങളിൽ നിന്നും 100 പവനിലേറെ കണ്ടെത്തിയിരുന്നു. പള്ളിക്കര കവല, പൂച്ചക്കാട് എന്നിവിടങ്ങളിലെ 2 സഹകരണ ബാങ്കുകളിൽ സംഘം പണയം വെച്ച 15 പവൻ സ്വർണമാണ് ഇപ്പോൾ വീണ്ടെടുത്തത്. ഇതോടെ നഷ്ടമായ 596 പവനിൽ 117 പവൻ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതികളിൽ നിന്നും നിർണായക വിവരം ലഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ ജ്വല്ലറികളിലും പ്രതികൾ സ്വർണ്ണ വിൽപ്പന നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ കർണാടകയിൽ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിനിരയായതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികൾ നിരന്തരം ഇടപെട്ടിരുന്ന അഭിഭാഷകനും സംശയനിഴലിലാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കാസർഗോഡ്. മോഷണത്തിനെത്തിയ സ്ഥലത്ത് ബൈക്ക് ഉപേക്ഷിച്ച് മടങ്ങിയ കള്ളൻ അതിബുദ്ധി കാണിച്ചതോടെ കുടുങ്ങി. ബൈക്ക് മോഷണം പോയെന്ന് പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് കള്ളനെ പോലീസ് കുടുക്കിയത്. മലപ്പുറം എടപ്പാളിലാണ് സംഭവം. ഗുരുവായൂർ സ്വദേശി പൂത്തറ അരുണാണ് അറസ്റ്റിലായത്. സമാനമായ മറ്റു കേസുകളിൽ ഇയാൾ പ്രതിയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എടപ്പാൾ വട്ടംകുളത്ത് കാന്തല്ലൂർ ക്ഷേത്രത്തിലായിരുന്നു കണ്ടാണശ്ശേരി സ്വദേശി പൂത്തറ അരുൺ കവർച്ച നടത്തിയത്. ജനുവരി 5 രാത്രിയിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ്
അലമാറയിൽ സൂക്ഷിച്ച 8000 രൂപ കവർന്നു. സ്വന്തം പേരിലുള്ള ബൈക്കുമായാണ് ഇയാൾ മോഷണത്തിനെത്തിയത്. സംഭവ ദിവസം പ്രദേശത്ത് അസ്വാഭാവികമായി കണ്ട ബൈക്ക് നാട്ടുകാർ നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കി ബൈക്ക് ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പിന്നീട് തന്റെ ബൈക്ക് കടവല്ലൂരിൽ നിന്ന് മോഷണം പോയെന്ന് കാണിച്ച് ഇയാൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ ചങ്ങരംകുളം പോലീസ് പൊളിച്ചതോടെയാണ് ക്ഷേത്ര കവർച്ചയ്ക്ക് പിന്നിൽ അരുണാണെന്ന് തിരിച്ചറിഞ്ഞത്. സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചങ്ങരംകുളം CI ഷാനിന്റെ നേതൃത്വത്തിൽ SI സുരേഷ്, സീനിയർ CPOമാരായ സുധീഷ്, മനോജ്, കപിൽദേവ്, സബീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പിടിയിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 മലപ്പുറം. പട്ടാമ്പി കിഴായൂർ എന്ന ഗ്രാമത്തെ നടുക്കിയ ഒരു സംഭവത്തിലേക്കാണിത്. വീട് ജപ്തി ചെയ്യുന്നതിനിടെ യുവതി തീ കൊളുത്തി ജീവനൊടുക്കി. പട്ടാമ്പി സ്വദേശിനി ജയയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ ജയയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. കിഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേപ്പുരക്കൽ വീട്ടിൽ ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ജപ്തി നടപടികൾക്കായി ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ജപ്തി നടക്കുമ്പോൾ വീടിനുള്ളിൽ നിന്ന് ജയ സ്വയം തീ കൊളുത്തുകയായിരുന്നു. ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരത്തോടെ മരിച്ചു. ൽ ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപയാണ് ഇവർ വായ്പയെടുത്തത്. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ 2022 കാലഘട്ടത്തിൽ കുടിശ്ശികയടക്കം 4.25 ലക്ഷം രൂപയായി. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നതാണ്. അമ്മു മരിച്ച മാസങ്ങൾക്ക് ശേഷം ആശുപത്രി ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ചികിത്സ നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്ന പേരിലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ കേസ്. നവംബർ 15-നാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണത്. ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അടിയന്തര ചികിത്സ ലഭിച്ചില്ലെന്നാണ് പിതാവ് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും വീഴ്ച പറ്റിയെന്നാണ് ആരോപണം. ഗുരുതരമായി പരിക്ക് പറ്റിയ അമ്മു സജീവനെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിലും കാലതാമസമുണ്ടായി. 45 മിനിറ്റുകൾക്ക് ശേഷം അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മു സജീവിൻ്റെ പിതാവ് നൽകിയ പരാതിയിലാണ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും അന്വേഷണ സംഘം കേസെടുത്തത്. അമ്മുവിനെ ചികിത്സിച്ച കാഷ്വാലിറ്റി ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്.
ന്യൂസ് 18 പത്തനംതിട്ട. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ഈ മാസം 15 വരെയും അറസ്റ്റ് ചെയ്തതെന്ന് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം നൽകി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ ആരോപണ വിധേയരായിട്ടും ഇവരെ പ്രതിരോധിക്കാതെ ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുകയാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ച വയനാട് പ്രിൻസിപ്പൽ സെഷൻ കോടതി 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകി. 15-ാം തീയതി കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫായ നിലയിലായിരുന്നു. ഇതോടെ ഇവർ ഒളിവിൽ പോയതായുള്ള അഭ്യൂഹം ശക്തമായി. എന്നാൽ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടില്ലെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ ആരോപണ വിധേയരായിട്ടും ഇവരെ പ്രതിരോധിക്കാതെ ഒരു വിഭാഗം നേതാക്കൾ മാറി നിൽക്കുകയാണ്. സ്ഥലം MP പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ പ്രതികരിച്ചില്ല. ന്യൂസ് 18 വയനാട്. ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 4 മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടി. കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി പോലും നൽകാത്ത സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ തീരുമാനം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ K ഗോപാലകൃഷ്ണനെയും ഉന്നത ഉദ്യോഗസ്ഥനെ അടക്കം നവമാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിന് N പ്രശാന്തിനെയും നവംബർ 11-നാണ് സസ്പെൻഡ് ചെയ്തത്. ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച സർക്കാർ പ്രശാന്തിനെ വീണ്ടും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെയും K ഗോപാലകൃഷ്ണൻ IASനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് N പ്രശാന്ത് IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിന് കുറ്റാരോപിത മെമ്മോ നൽകി. ഇതിന് മറുപടി നൽകാതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് 2 കത്തുകൾ നൽകി. തനിക്കെതിരെ ആരാണ് പരാതി നൽകിയത്, തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ആരാണ് എടുത്തത് തുടങ്ങി 7 ചോദ്യങ്ങളായിരുന്നു പ്രശാന്ത് ഉന്നയിച്ചത്. ഇതിന് മറുപടി നൽകിയ ശേഷം കുറ്റാരോപിത മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന പ്രശാന്തിന്റെ നിലപാടാണ് സസ്പെൻഷൻ നീട്ടാൻ കാരണമായത്. കുറ്റാരോപിത മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിട്ടില്ലെന്ന വാദമുയർത്തി റിവ്യൂ കമ്മിറ്റി 120 ദിവസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി. റിവ്യൂ കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെ ചീഫ് സെക്രട്ടറി പ്രശാന്തിന് കത്ത് നൽകി. ചാർജ് മെമ്മോയ്ക്ക് 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും ശേഷം രേഖകൾ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരമുണ്ടാകുമെന്നും അറിയിച്ചു. അതേസമയം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷനാക്കി നിയമിച്ചതിൽ B അശോകിന് കടുത്ത അതൃപ്തിയുണ്ട്. കൃഷിമന്ത്രി പോലും അറിയാതെയാണ് നിയമനമെന്നാണ് വിവരം. തന്റെ അതൃപ്തി സർക്കാരിനെയും B അശോക് ഔദ്യോഗികമായി അറിയിച്ചേക്കും. സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും K ഗോപാലകൃഷ്ണനെതിരായ വകുപ്പ് തല പരിശോധനകൾ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കരകുളം PA എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയുടേത് തന്നെ. DNA പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ EM താഹയുടേതാണെന്ന് സ്ഥിരീകരിച്ചത്.
സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ നടപടിയെടുത്തത്. കൊല്ലം ചിതറയിൽ പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച മത്സ്യ കച്ചവടക്കാരൻ പിടിയിൽ. മണലുവട്ടം സ്വദേശി മുഹമ്മദ് ഷിഹാസാണ് പിടിയിലായത്. പുനലൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എബി ഷൈനുവിനെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പ്ലാച്ചേരി സ്വദേശി ഗോകുൽ സുദർശനൻ. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. പൈനാവ് സ്വദേശി ബിനുവിനെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുരുന്നു പ്രായത്തിൽ കൊടും ക്രൂരത ഏറ്റുവാങ്ങിയവൾ. 13-ാം വയസ്സിൽ തുടങ്ങിയ ലൈംഗിക അതിക്രമം. 5 വർഷത്തിനിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് 62 പേർ. കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദുരിത കഥ പുറത്തു വന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശിശുക്ഷേമ സമിതിയുടെ പെൺകുട്ടി നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇലവന്തിട്ട പോലീസ് 40 പ്രതികൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. കേസിൽ ഇനിയും കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ച് ചീന്തിയവർ ഈ നാട്ടിൽ ഇപ്പോഴും കറങ്ങി നടക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പരാജയമല്ലേ? ഇതുപോലുള്ള നരാധമന്മാരെ പകൽ വെളിച്ചം കാണാൻ പോലും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.